പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൽ ശ്രേഷ്ഠ പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും ചെയ്യട്ടെ. വലിയവനായ ദൈവത്തെ വിശ്വസിക്കുന്നൊരു ദൈവ പൈതലിന് കർത്താവിലുള്ള വിശ്വാസത്തിൽ തുടരുന്നൊരു ദൈവ പൈതലിന് ഒരിക്കലും അധൈര്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തോട് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെല്ലാം വലിയ മറുപടി നൽകി മാനിക്കുന്നൊരു ദൈവം കൂടെയുണ്ട്. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഈ നല്ലൊരു പ്രഭാത സമയം ദൈവത്തോടൊപ്പവും ദൈവവചനത്തോടൊപ്പവും ഈ ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇന്നത്തെ ഈ നല്ല പ്രഭാതം അനുഗ്രഹമായി തീരുവാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ. പിതാവേ, ഈ വചനങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരും അനേകർക്ക് ദൈവത്തിൻ്റെ വചനം എത്തിച്ചു കൊടുക്കുന്നൊരു പ്രവൃത്തിയാകയാൽ എൻ്റെ മക്കളെ എല്ലാം അനുഗ്രഹിച്ചാട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ നല്ല പ്രഭാതം ആരംഭിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഒരു ഉറപ്പാണ്, ഒരു ഉറപ്പുണ്ട്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഒരു ദൈവ പൈതൽ ദൈവത്തിൽ എന്ത് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്ന കാര്യത്തിനകത്ത് അവനൊരു ഉറപ്പുണ്ട്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചും കൊണ്ട് ദൈവ വചനപ്രകാരമുള്ള ദൈവിക കാര്യങ്ങൾ, എന്തൊക്കെ ദൈവിക വാഗ്ദാനങ്ങളാണ്, പ്രത്യുത വാഗ്ദത്തങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ദൈവം നൽകി തരുവാൻ ശക്തനാണ്. ദൈവം നിങ്ങളോട് അറിയിച്ച എല്ലാ വാഗ്ദാനങ്ങളും കർത്താവ് നിവർത്തിക്കും എന്ന വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പുണ്ടാകട്ടെ. നിങ്ങളുടെ മക്കളെ കുറിച്ചിട്ടുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയതായ എല്ലാവിധ വാഗ്ദാനങ്ങളും ദൈവം അത് നിവർത്തീകരിച്ചെടുക്കും. കാരണം ദൈവത്തിനു മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് സകലത്തിനും സാധ്യമാക്കുന്ന അധികാരമുള്ള ഒരു ദൈവമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടുന്ന ഈ പകലില് നിങ്ങളുടെ വിഷയങ്ങളെ, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയങ്ങളെ വലിയവനായ ദൈവത്തിൻ്റെ മറുപടി ഇന്ന് പകലിലും കാണുന്നൊരു ദിവസമാക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
സാധനം വീട്ടിലേക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പുറത്തു പോയിരിക്കുന്നവർ വരുമ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഫോൺ ചെയ്തു, അവരെ വിളിച്ച് സംസാരിച്ചു, ഇന്ന സാധനം വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് റിപ്ലൈ തരികയാണ്, ഞാൻ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് തരാം, ഞാൻ വരുമ്പോൾ വാങ്ങിക്കാം. അപ്പൊ അദ്ദേഹം വാങ്ങിച്ച് വീട്ടിലേക്ക് വരുമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. ഇനി വാങ്ങിച്ചു കൊണ്ടുവരുന്നയാളുടെ പ്രത്യേകത, അദ്ദേഹം അത് മറക്കാതെ വാങ്ങിക്കുവാനായിട്ട് ഇടയാകും. കാരണം വീട്ടിലേക്ക് വേണ്ടുന്ന പ്രധാന കാര്യമാണ്. എന്നതുപോലെ ദൈവവചനത്തിൽ സംഖ്യാപുസ്തകം 23 അധ്യായം 19 വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ വചനത്തിലൂടെയോ വ്യക്തിപരമായ പ്രാർത്ഥനയിലോ മറ്റു ദൈവദാസന്മാരിലൂടെയോ ഒക്കെ ദൈവിക നിയോഗങ്ങൾ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവ നിയോഗത്തോടുകൂടെയാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദാനം ദൈവം നിവർത്തീകരിച്ചിട്ട് വെറുതെ പറയാ, നുണ പറയാ, വ്യാജം പറയാ ദൈവം മനുഷ്യനല്ല. അതുകൊണ്ട് ഇന്ന് ആ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചു കൊടുത്ത് ഈ പ്രഭാതം അനുഗ്രഹമാക്കി തീർക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു ഉറപ്പുണ്ടാകട്ടെ. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊരു ഉറപ്പുണ്ട്. നമുക്ക് ദൈവം നൽകാൻ പോകുന്ന ദൈവിക അനുഗ്രഹത്തെക്കുറിച്ച്, ദൈവിക വാഗ്ദത്തത്തെക്കുറിച്ച്. നിത്യത എന്നുള്ളതും നാം ഇന്ന് അത് കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊരു ഉറപ്പുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവ സന്നിധിയിൽ കർത്താവിനെ ദൈവസഭയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാണനാഥനായിരിക്കുന്ന യേശു വരും. നമ്മൾ യേശുവിനോടുകൂടെ എപ്പോഴും ആയിരിക്കും. അവൻ നമ്മെ ചേർക്കുവാൻ വരും. ആകയാൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നാം പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നമുക്കത് നൽകി തരും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ഡെയിലി ബ്ലെസ്സിംഗ് ടൈമിലൂടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ സഹായിക്കും, ശക്തീകരിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടതുപോലെ വിശ്വാസം എന്നതിനെ കുറിച്ച് ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ അത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന് ഞങ്ങൾ കേൾക്കാനായിട്ടിടയായി. ഞങ്ങളിലുള്ള വിശ്വാസം, നിന്റെ മക്കളിലുള്ള വിശ്വാസം അധികമായി വർദ്ധിക്കുവാൻ ഈ നാളുകൾ ഇടയാക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ദൈവിക വാഗ്ദാനങ്ങൾ വചനത്തിലൂടെ ലഭിച്ചതുമെല്ലാം കാത്തിരുന്ന് അത് പ്രാപിക്കുവാൻ സഹായിക്കും. അങ്ങ് വ്യാജം പറയുവാൻ മനുഷ്യനല്ല. ആകയാൽ അങ്ങ് നിവർത്തീകരിച്ചത് കർത്താവെ ഞങ്ങളത് കാണും. വാഗ്ദത്തങ്ങൾ അങ്ങ് അറിയിച്ചത് അങ്ങ് നിവർത്തീകരിക്കും. ഈ പ്രഭാതം അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ദിവസം അനുഗ്രഹമാകട്ടെ. നിന്റെ കുഞ്ഞുങ്ങള് യേശുവിന്റെ നാമം നിമിത്തം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ പൊന്നുനാമം ഉയരപ്പെടും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.